അവസാനം ഇപ്പോൾ വലിയ എമൗണ്ടുകൾ വന്നു, ഷോട്ട് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബാക്കിൽ നിർത്തിയ ഒരാളെ കൊണ്ട് എഴുതിച്ചു തുടങ്ങി. ആ 4 ദിവസം നമ്മൾ എഴുതിച്ച് ആ 4 ദിവസം നമുക്ക് ഷോട്ട് വന്നിട്ടില്ല അവിടെ. അപ്പോൾ ഒരു ഡൗട്ട് വന്നു. പിന്നെ 2 ദിവസം ഞാൻ ഇയാളെ ബില്ലിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി എഴുതിച്ചപ്പോഴും നമുക്ക് ഷോട്ട് വന്നില്ല. അപ്പോൾ ഇവളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ എടുത്ത് നോക്കി. ഇയാൾ ലീവുള്ള ദിവസങ്ങളിൽ നമുക്ക് ഷോട്ട് വരാറില്ല. അങ്ങനെയാണ് ഇത് ഇയാള് തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചത്. നമ്മൾ 10 രൂപ സാലറി കൂട്ടി തരാൻ പറഞ്ഞ മുതലാളിമാർക്ക് നമ്മളെക്കാട്ടും വലിയ ദാരിദ്ര്യം. എന്നാ ഇമ്മാതിരി തട്ടിപ്പൊന്നും ഈ മണ്ടന്മാര് കാണൂല. കൊച്ചിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 62 ലക്ഷം രൂപ തട്ടി പ്രതി കരുവിലേപ്പടി സ്വദേശി സനമോൾ ഉൾപ്പെടെ 2 പേർ പിടിയിലായി. സ്ഥാപനത്തിൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നയാളാണ് പിടിയിലായ സനമോൾ. സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ആസൂത്രണവും അപ്രതീക്ഷിത വഴിത്തിരിവുകളുമുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് കൊച്ചിയിലെ തോപ്പുംപടിയിൽ നിന്ന് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉടമസ്ഥരുടെ വിശ്വാസം നേടിയെടുത്ത് അതിന്റെ പേരിൽ കേവലം 8 മാസം കൊണ്ട് 62 ലക്ഷം രൂപയാണ് കൊച്ചിയിലെ തോപ്പുംപടിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതിന്റെ ഉടമയുടെ വിശ്വസ്തയായ ഒരു ജോലിക്കാരി അതേ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരും ചേർന്ന് അപഹരിച്ചത്. കൊച്ചിയിലെ പിക്ക് ആൻഡ് സേവ് എന്ന സൂപ്പർ മാർക്കറ്റിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ഈ കേസിൽ ഇതിനോടകം തന്നെ കൊച്ചി കരുവേപ്പില സ്വദേശി സനമോളും കൂട്ടുപ്രതിയായ ആ സ്ഥാപനത്തിലെ പിക്ക് ആൻഡ് സേവ് എന്ന കൊച്ചിയിലെ തോപ്പുംപടിയിലുള്ള ഈ സൂപ്പർ മാർക്കറ്റിലെ തന്നെ മുൻ ജീവനക്കാരനും കൂടിയായ രഞ്ജുവും ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റിലായത്. ഈ സനമോൾ എന്ന ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് മാനേജ്മെന്റിനും വലിയ രീതിയിൽ വിശ്വാസം ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവർക്ക് എല്ലാ കാര്യത്തിനും സനമോൾ വേണം, പർച്ചേസിംഗിന് സനമോൾ വേണം, ഓഡിറ്റിംഗിന് സനമോൾ വേണം. അങ്ങനെ സനമോൾ ഇല്ലാതെ ഒരു ദിവസം പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഇത്ര ഈ പിക്ക് ആൻഡ് സേവ് എന്ന സൂപ്പർ മാർക്കറ്റ്. അത്തരത്തിൽ മാനേജ്മെന്റിന്റെ വലിയ വിശ്വാസം നേടിയെടുക്കാൻ സനമോൾക്ക് സാധിച്ചു. ആ വിശ്വാസം തന്നെയായിരുന്നു സനമോളുടെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ മറ. അതായത് ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നതോ, ഈ സൂപ്പർ മാർക്കറ്റിന് ഇവര് ജോലി കഴിഞ്ഞു പോകുന്ന അവസരത്തിലുണ്ടല്ലോ, ഈ അവസരത്തിൽ ചെറിയ ചെറിയ തുകകൾ എടുത്തിട്ട് ഒന്നെങ്കിൽ പാന്റിന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഷൂ ഉണ്ടല്ലോ, കാലിലിടുന്ന ഷൂ, അതിന്റെ അടിയിലൊക്കെ ആയിട്ട് ഇവര് അവിടുന്ന് കടത്തുന്ന പറഞ്ഞത്. ചെറിയ തുകകൾ എന്ന് പറയുന്നത് 5 or 10 അല്ല ഈ കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ കട്ടുകൊണ്ട് പോകുന്ന 5 or 10 രൂപയല്ല, ഒരുപക്ഷെ 5000 ആയിരിക്കാം, അല്ലെങ്കിൽ 10000 ആയിരിക്കാം. ഇത്തരത്തിൽ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി വസ്ത്രങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ധരിച്ചിരുന്ന ഷൂവിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇത്രയും രൂപ കട്ടിട്ട് പോകുന്ന പറയുന്നത്. അങ്ങനെ ഈ കുട്ടി കോമ്പൗണ്ടൊക്കെ കടന്ന ശേഷം ഈ ക്യാഷ് എടുത്തിട്ട് കൂട്ടുപ്രതിയായ അഞ്ചു എന്ന ഇതേ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനല്ലോ ഇവന് കൈമാറുന്ന പറയുന്നത്. ഇങ്ങനെ ഏതാണ്ട് 1 വർഷത്തിനടുത്ത് ഈ കുട്ടി ഈ സ്ഥാപനത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് 62 ലക്ഷം രൂപയോളാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ഒരു ദിവസം ആ കുട്ടി ശരാശരി ഏകദേശം 15000 രൂപയെങ്കിലും പുറത്തു കൊണ്ടുപോകേണ്ടിയല്ലേ? 15000 രൂപ ഒരു ദിവസം ഒരു സ്ഥാപനത്തിൽ നിന്ന് കക്ക്. എന്തത്? ഇത് വലിയൊരു തട്ടിപ്പാണല്ലോ. അതും ആരാണ്? മുതലാളിക്ക് ഇത്ര വിശ്വാസം വേറൊരു ആളല്ലാന്ന്. മുതലാളിക്ക് സനമോൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല, അത്രയേറെ വിശ്വാസം ആ ആളാണ്. ഒരു ദിവസം ചെറിയ ചെറിയ തുകകളായിട്ട് പല അവസരങ്ങളിലായിട്ട് കേവലം വർഷങ്ങൾക്കുള്ളിൽ 62 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിന് പുറത്തേക്കെടുത്തിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കട്ടിക്കണത് കളവ് ചെയ്തേക്കാണ്. ഈ മോഷണത്തിന്റെ ഒരു ആരംഭം എങ്ങനെയാലോ, ആദ്യഘട്ടത്തില്, അതായത് ഈ കുട്ടി കളവ് ചെയ്യുന്ന ആദ്യ അവസരങ്ങളിൽ ക്യാഷറാണല്ലോ, അപ്പൊ ആദ്യ അവസരങ്ങളൊക്കെ ചെറിയ ചെറിയ തുകയാണ് പുറത്തു കൊണ്ടുപോയത്. ചെറിയ ചെറിയ തുക ആയതുകൊണ്ട് തന്നെ ഇതാരും മാത്രം ഗവനിച്ചില്ല. സാധാരണ ഇത്തരത്തിലൊക്കെ ക്ലോസിംഗിന്റെ സമയത്ത് ചെറിയ ചെറിയ ഷോട്ടൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലാണ് ആളുകൾ കണക്കാക്കിയത്. ഈ മോഷണത്തിൽ ത്രില്ല് കുടുങ്ങിയ ഈ കുട്ടി പിന്നീട് ചെറിയ തുകയിൽ നിന്ന് മാറി ആ തുകയുടെ വലുപ്പം കൂട്ടി വരികയായിരുന്നു. അങ്ങനെ ഈ കുട്ടി കട്ടുകൊണ്ടുപോകുന്ന സംഖ്യ എന്ന് പറയുന്നത് അത് വലിയൊരു എമൗണ്ടായി. അങ്ങനെയിരിക്കാണ് അപ്രതീക്ഷിതമായി ചില ഓഡിറ്റിംഗ് ഒക്കെ ഈ സൂപ്പർ മാർക്കറ്റിൽ വരുന്നത്. ആ സമയത്ത് ഉടമകൾക്ക് ഭയങ്കര സംശയം, ഇത്ര വലിയൊരു ഷോട്ടൊക്കെ ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഉണ്ടാവും. എന്തായാലും അവിടുത്തെ മാനേജ്മെന്റ് ഒരു കാര്യം തീരുമാനിച്ചു, ഒരു 4 ദിവസം നമ്മളൊന്ന് പരിശോധിക്കാം എത്തരത്തിലാണ് സാധനങ്ങൾ വിറ്റ് പോകുന്നത്, എത്രയാണ് കൗണ്ടറിലേക്ക് വരുന്ന പൈസ, എത്രയാണ് കൗണ്ടറിൽ നിന്ന് പുറത്തു പോകുന്ന പൈസ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സനമോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭയങ്കര നിരീക്ഷണത്തിലാണ്. 4 ദിവസം ഇവർ പൂർണ്ണമായി നിരീക്ഷിച്ചപ്പോൾ ഈ 4 ദിവസവും ആ സ്ഥാപനത്തിൽ യാതൊരു ഷോട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് മാനേജ്മെന്റ് മറ്റൊരു കാര്യം തീരുമാനിച്ചത്. അപ്പോഴേക്കും മാനേജ്മെന്റിന് സനമോളുടെ കാര്യത്തിലൊക്കെ ചെറിയ സംശയമൊക്കെ വന്നിട്ടോ. അപ്പൊ ആ അവസരത്തിൽ അവർ മറ്റൊരു കാര്യം തീരുമാനിച്ചു. എന്താ അറിയോ, ഏത് സമയത്താണ് ഷോട്ട് വരുന്നത് എന്നുള്ളത്. അങ്ങനെ മാനേജ്മെന്റ് CCTV തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ, അതുപോലെ തന്നെ അവിടുത്തെ രജിസ്റ്റർ ഉണ്ടാവുമല്ലോ, പഞ്ചിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ആരൊക്കെ വന്ന ദിവസമാണ് ഷോട്ട്, ആരൊക്കെ ഇല്ലാത്ത ദിവസമാണ് ഷോട്ട്, ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി.
ഈ സനമോൾ എന്ന മുതലാളിയുടെ വിശ്വസ്തയായ ഈ ജോലിക്കാരി ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ആ സ്ഥാപനത്തിൽ ഷോട്ടുള്ളൂ. ആ കുട്ടി ഏതെങ്കിലും ദിവസം ലീവ് എടുക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ ഷോട്ടില്ല. ഇത് വളരെ വൈകിയാണ് മാനേജ്മെന്റ് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി വളരെയധികം വിശ്വസിച്ചിരുന്ന ഇവരുടെ സ്വന്തം എന്ന് ഇവർ കരുതിയിരുന്ന സനമോളിൽ മാനേജ്മെന്റിന് സംശയം ഇരട്ടിയാകുന്നു. അവർ തുടർന്നും പരിശോധനകൾ വ്യാപകമാക്കുന്നു. ഏതാണ്ട് 62 ലക്ഷം രൂപയുടെ ഷോട്ടാണ് ആ സ്ഥാപനത്തിൽ നിന്ന് കാണുന്നത്. ഒട്ടും വൈകിയില്ല, പോലീസിൽ പരാതി അറിയിച്ചു. എന്തായാലും എന്താണ് ആ സ്ഥാപനത്തിൽ സംഭവിച്ചതെന്ന് ഇതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചേച്ചി പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാം. നമ്മള് ഓഡിറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഷോട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ സോഫ്റ്റ്വെയറിന്റെ ഒരു ഇതിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കി വിട്ടോണ്ടിരുന്നത്. പിന്നീട് കണ്ടുപിടിച്ചെന്ന് വെച്ചാല് അവസാനം ഇപ്പൊ വലിയ എമൗണ്ടുകൾ വന്ന് ഷോട്ട് വന്ന്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ തന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇത് വരില്ല, നിങ്ങൾ ഒരാളെ അവിടെ നിർത്തി എഴുതിച്ച് നോക്ക്, അപ്പോൾ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ബാക്കിൽ നിർത്തിയ ഒരാളെ കൊണ്ട് എഴുതിച്ചു തുടങ്ങി. ആ 4 ദിവസം നമ്മൾ എഴുതിച്ച് ആ 4 ദിവസം നമുക്ക് ഷോട്ട് വന്നിട്ടില്ല അവിടെ. അപ്പോൾ ഒരു ഡൗട്ട് വന്നു. പിന്നെ 2 ദിവസം ഞാൻ ഇയാളെ ബില്ലിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി എഴുതിച്ചപ്പോഴും നമുക്ക് ഷോട്ട് വന്നില്ല. അപ്പോൾ ഇവളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ എടുത്ത് നോക്കി. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ ഇവള് മാസത്തിൽ എല്ലാവർക്കും 4-5 ലീവും വീതമൊക്കെ ഉണ്ട്. ആ ലീവുള്ള ദിവസങ്ങളിൽ നമുക്ക് ഷോട്ട് വന്നിട്ടില്ല. ഇയാള് ലീവുള്ള ദിവസങ്ങളിൽ നമുക്ക് ഷോട്ട് വരാറില്ല. അങ്ങനെയാണ് ഇത് ഇയാള് തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചത്. കവർന്ന തുക ഇവർ കൂട്ടുപ്രതിക്ക് നൽകുകയായിരുന്നു പതിവ്. ഇത് കണ്ടെത്തിയ കടയുടമ പോലീസിൽ പരാതി നൽകി. വിവരം പറഞ്ഞ സന വിദേശത്തേക്ക് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. കുറച്ചു നാളുകൾക്ക് ശേഷം സന കൊച്ചിയിലെത്തിയെന്നറിഞ്ഞുടൻ പോലീസ് സനയെയും രഞ്ജുവിനെയും അറസ്റ്റ് ചെയ്തു. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നേപ്പാൾ വഴി സൈക്കിളിലാണ് ഇന്ത്യയിലേക്ക് ഇവർ തിരികെ എത്തിയത്. തോപ്പുംപടി സബ് ഇൻസ്പെക്ടർ അനന്തു രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മാനേജ്മെന്റ് തനിക്കെതിരെ പോലീസിൽ പരാതി നൽകി എന്ന് മനസ്സിലാക്കിയ ഈ സനമോൾ എന്ന ഈ കുട്ടി ഉടൻ തന്നെ രാജ്യം കടക്കാൻ തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ പോലീസ് ഇവർക്കെതിരെ ലൂക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. ലൂക്കൌട്ട് നോട്ടീസ് വന്നതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ വഴി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവർ മറ്റൊരു ബുദ്ധി പ്രയോഗിച്ചു. അതായത് ഒരുപക്ഷെ ഇവർ രക്ഷപ്പെട്ട് ദുബൈയിലേക്ക് എടുക്കാം. അവിടുന്ന് നേപ്പാളിൽ വന്ന് വിമാനം ഇറങ്ങി. നമുക്കറിയാം നേപ്പാളിന്റെ പ്രത്യേകത, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിസ ഓൺ അറൈവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല. എന്നിട്ട് നേപ്പാളിൽ ഇറങ്ങിയിട്ട് നേപ്പാളിൽ നിന്ന് ഒരു സൈക്കിൾ ഒപ്പിച്ചിട്ട് ഇവര് ഇന്ത്യൻ ബോർഡർ കടന്നു. എന്തുകൊണ്ട്? ഇന്ത്യയിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ സൈക്കിളിലൂടെ ഇവർ ഇന്ത്യൻ ബോർഡർ കടന്നു. നേപ്പാൾ വഴിയുള്ള ഇന്ത്യൻ ബോർഡർ കടന്നു. ഈ നാട്ടിലെ പോലീസുകാരൊക്കെ മണ്ടന്മാരാണ്, ആരും അറിയില്ല, ഞങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇതൊക്കെ. നിങ്ങൾ എത്ര വലിയ തട്ടിപ്പ് നടത്തിപ്പോയാലും നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക്, അത് നിങ്ങൾ നേപ്പാൾ വഴിയല്ല, ഏഴാം കടൽ വഴി വന്നാലും നിങ്ങൾ ഇന്ത്യയിൽ കാതി കുത്തിയാൽ ആ വിവരം ഇവിടെ ഓണാണ്, ഇവിടെ ലഭിക്കും. ക്യാഷ് കൗണ്ടറിന് സൂപ്പർ മാർക്കറ്റിന് 1000-2000 കക്കുന്ന പോലെയല്ല ഇത് കാര്യം വേറെ. അങ്ങനെ ഇന്ത്യൻ ബോർഡർ കടന്ന് ഇവർ എങ്ങനെയൊക്കെയോ ട്രെയിൻ വഴി ആവാം, ബസ് വഴി ആവാം, അല്ലെങ്കിൽ സൈക്കിൾ വഴി തന്നെ ആവാം, എന്തായാലും വളരെയധികം സാഹസം എടുത്തുകൊണ്ട് ഇവരുടെ നാട്ടിൽ കൊച്ചിയിൽ തിരിച്ചെത്തി. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന ധാരണയിലാണ് ഇവര് കൊച്ചിയിലെ വീട്ടിലിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരള പോലീസ് അല്ലേ, അത് വേറെ ലെവലാണ്. ഇവര് വന്നതും പോയതും ഇരുന്നതും തിന്നതും ഒക്കെ കേരള പോലീസ് അറിയുന്നുണ്ട്. ഒട്ടും വൈകില്ല, അന്ന് രാത്രി തന്നെ ഇവർ എന്നാണോ എത്തിയത് അന്ന് രാത്രി തന്നെ പോലീസ് ഇവരെ പൊക്കി. നമ്മുടെ സബ് ഇൻസ്പെക്ടറായ അനന്തു രമേശാണ് ഈ അന്വേഷണത്തിനും ഈ അറസ്റ്റിനൊക്കെ നേതൃത്വം നൽകിയത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം കേവലം ഒരു തട്ടിപ്പ് മാത്രമല്ല, ഒരു സ്ഥാപനം അവരുടെ ജീവനക്കാരിൽ പുലർത്തുന്ന വിശ്വാസം എത്തരത്തിലാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മാനേജ്മെന്റിന് ഒരു വിശ്വാസം ഉണ്ടാവില്ല. എന്നാൽ ഇമ്മാതിരി ഉടായ്പകളൊക്കെ ഭയങ്കര വിശ്വാസമായിരിക്കും. പൊതുവെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള ഒരു സെറ്റപ്പാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഭയങ്കര വിശ്വാസമായിരിക്കും. എന്നാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന നമ്മളെ പോലത്തെ സാധാരണക്കാരെ ഇവർക്കൊന്നും ഒരു വിശ്വാസം ഉണ്ടാവില്ല. അവസാനം ഇതുപോലെ പോയി തല കൊടുക്കുമ്പോഴാണ് ഇവരൊക്കെ പഠിക്കുള്ളൂ. ഈ സൂപ്പർ മാർക്കറ്റിൽ പോലുള്ള സ്ഥാപനങ്ങളിലുണ്ടല്ലോ, സ്ഥിരമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തണം, പ്രത്യേകിച്ച് ക്യാഷറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. മാത്രമല്ല കൃത്യമായിട്ടുള്ള മോണിറ്റൈസേഷൻ ചെയ്യണം. CCTV വഴിയാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയാവട്ടെ. ഇത്തരം സംവിധാനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ, എന്തിനും കോടിക്കണക്കിന് രൂപ പറയുന്ന ഒരു ഫീൽഡല്ലേ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ വളരെയധികം ശക്തപ്പെടുത്തേണ്ടതുണ്ട്. അന്ധമായിട്ട് ഒരു ജോലിക്കാരനെ നിങ്ങൾ വിശ്വസിക്കണ്ട. ജോലിക്കാരനെ എന്ന് മാത്രമല്ല, നിങ്ങളെ ബന്ധുക്കളാണ് ജോലിക്കാരനായി വരുന്നതെങ്കിൽ അവരെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു പക്ഷെ വരുന്ന ജോലിക്കാരൻ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും, എങ്കിലും അന്ധമായിട്ട് ആരെങ്കിലും വിശ്വസിക്കണ്ട.
ആരെങ്കിലും ഒരാൾ വന്നിട്ട് അങ്ങനെ ചിരിച്ച് മയങ്ങിയാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ വന്ന് ചിരിച്ചാൽ മയക്കിയാൽ അതിൽ വീഴാനൊന്നും പോണ്ട. എന്നാൽ ഈ കേസിൽ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെട്ട കട്ടെടുത്ത 62 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും അതിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ആവശ്യത്തിൽ കൂടുതലുള്ള വിശ്വാസത്തിന്റെ പേരിൽ സംഭവിച്ച ഈ തട്ടിപ്പ് കേരളത്തിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ രേഖയിൽ ഇതിനോടൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള അധ്യായമായി മാറിയിരിക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ ഓർക്കണം, കേവലം 1 വർഷത്തിനകം നഷ്ടപ്പെട്ടത് 62 ലക്ഷം രൂപ. നമ്മളൊരു 10 രൂപ സാലറി കൂട്ടി തരാൻ പറഞ്ഞാൽ മുതലാളിമാർക്ക് നമ്മളെക്കാട്ടും വലിയ ദാരിദ്ര്യം. എന്നാൽ ഇമ്മാതിരി തട്ടിപ്പൊന്നും ഈ മണ്ടന്മാര് കാണൂല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാനേജ്മെന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് ഈ കാര്യം നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ എത്ര കാലത്തേക്ക്